ചെന്ന് കത്തിക്കണം. എന്ത് പേടിയത്? ഗുൽഷൻ ബ്ലാസ്റ്റിന് പിന്നിൽ സാധുവായിയുടെ ഗ്യാങ് ആണെന്നാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന വിവരം. പോലീസ് അലർട്ടാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ബോംബ് ബ്ലാസ്റ്റിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാം, നീ ന്യൂസ് കണ്ടോ? ബോംബെ ലോക്കൽ ട്രെയിനിൽ ബോംബ് ബ്ലാസ്റ്റ്. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ ഇത് കോമൺ അല്ലേടാ. അതേ ബ്ലാസ്റ്റ് ഞാനുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. ആക്ച്വലി നമുക്ക് പവറിന്റെയോ പോവർട്ടിയുടെയോ പ്രോബ്ലം അല്ല ഉള്ളത്. ഈ ടെററിസോ മാഫിയ ഗാങ്ങോ നമ്മുടെ രാജ്യത്തിന്റെ മേജർ പ്രോബ്ലം. ഇവന്മാരെയൊക്കെ നിരത്തി നിർത്തി റൂത്ത്ലെസ് ആയിട്ട് കൊല്ലുക വേണ്ടത്. സർ, ഞാൻ പോലീസിൽ ചേരുന്നത് പവറിന് വേണ്ടിയോ പ്രോപ്പർട്ടിക്ക് വേണ്ടിയോ അല്ല, എന്റെ രാജ്യത്തിന് വേണ്ടി. അനേകായിരം ആളുകളുടെ അകാല മരണത്തിന് കാരണമാക്കിയ സാധുഭായ ഗാങ്സ്റ്റേഴ്സിനെ അമർച്ച ചെയ്യാൻ വേണ്ടി. ആ ലക്ഷ്യത്തിന്റെ 90% ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ബാക്കി 10% മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ട്രെയിനിങ് പീരീഡിൽ എല്ലാ ഇവന്റ്സിലും ഞാൻ ഹൈ ഗ്രേഡിൽ പാസ്സായതാണ്. പിന്നെ എന്തിന് നിങ്ങൾ എന്നെ റിജക്ട് ചെയ്തു? മേ ഐ നോ ദ റീസൺ? യുവർ ഫാദർ. നീ റിജക്ട് ആവാനുള്ള റീസൺ നിന്റെ അച്ഛൻ ധൻരാജ് തന്നെയാ. 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛൻ എങ്ങനെ അതിന് കാരണമാവും? നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ട്. നീ ഏത് സാധുവായാണ് അമർച്ച ചെയ്യാൻ നോക്കുന്നേ? അതേ സാധുവായുടെ കീഴിൽ മെക്കോവിലെ കാസിനോയിൽ നിന്റെ അച്ഛൻ ജോലി ചെയ്യുകയാണ്. ആസ് പെർ അവർ മാനുവൽ ക്രിമിനൽ ഫാമിലി ഹിസ്റ്ററിയുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് വൈ യു ആർ റിജക്റ്റഡ്. 20 വർഷമായി ഞാൻ സാധുവിനെ പിടികൂടാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ധൻരാജ് ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടാണ്. സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം കിട്ടാത്തതിന്റെ നിരാശയിൽ സാധുബായിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായി അയാൾ മാറി. സാധുബായി ഇന്ത്യ വിട്ടപ്പോൾ നിന്നെയും നിന്റെ അമ്മയെയും കൂടെ കൂട്ടാൻ നിന്റെ അച്ഛൻ ശ്രമിച്ചു. അതിന് നിന്റെ അമ്മ സമ്മതിച്ചില്ല. നിന്റെ അച്ഛൻ നിർബന്ധിക്കുമെന്ന് ഭയന്ന് അവരും നീയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതായി നിന്റെ അച്ഛനെ നിന്റെ അമ്മ വിശ്വസിപ്പിച്ചു. അതുപോലെ നിന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് നിന്നെയും അവർ വിശ്വസിപ്പിച്ചു. രാം, നിന്റെ കണ്ണുകളിലെ അഗ്നിയിലും വാക്കുകളിലെ സത്യസന്ധതയിലും എനിക്കുള്ള പ്രതീക്ഷയിൽ ഒരു മാർഗം തെളിയുന്നു. നീ നിന്റെ അച്ഛൻ വഴി ആ ഗാങ്ങിൽ കയറിപ്പറ്റി അവരുടെ വിശ്വാസം തേടുന്നൊരു വഴി. സാധുവായി ഇന്ത്യയിൽ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നതായി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്. അത് ഏത് വിധേനയും തടയണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിന്റെ അച്ഛൻ്റെ എല്ലാ കേസുകളും ഇല്ലാതാക്കാം. വാട്ട് യു സേ? ഷുവർ സർ. ഇനി മുതൽ എന്റെ ടാർഗറ്റ് സാധുഭായാണ്. അങ്ങനെ ഓപ്പറേഷൻ സാധുഭായ് സ്റ്റാർട്ടായി. അങ്കിൾ ബാബയുടെ സഹായത്തോടെ ഗാങ്ങിൽ കയറി നാട്ടിലുള്ള സകല ടെററിസ്റ്റുകളെയും തകർക്കാൻ തുടങ്ങി. സാധുഭായ് പ്ലാൻ ചെയ്ത മേജർ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് വളരെ സമർത്ഥമായി നാടിനെ രക്ഷിച്ചു. അതുമാത്രമല്ല, മാഫിയകളുടെ കയ്യിൽ നിന്ന് അച്ഛനെ അവൻ വീണ്ടെടുത്ത് തിരുത്തി കൂട്ടിക്കൊണ്ടുവന്നു. സോറി മോനെ, നിന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കെ മാ. അച്ഛൻ എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാറുണ്ട്. അച്ഛനെവിടെ? മക്കൾ തെറ്റ് ചെയ്ത അച്ഛനും അമ്മയാണ് തിരുത്ത്. എന്നാൽ തെറ്റ് ചെയ്ത എന്നെ നീ തിരുത്തി. ഇങ്ങനൊരു മകനെ കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യ. ഇറ്റലി നടന്നതൊക്കെ ഓർക്കുമ്പോ എനിക്ക് തന്നെ നാണം തോന്നുക. നിങ്ങളെക്കുറിച്ച് അറിയാതെ ഞാൻ എന്റെ ഫിലോസഫിയും പറഞ്ഞ് ബോറടിപ്പിച്ചു. ശ്രീകൃഷ്ണനെ പോലെ പിന്നാലെ നടന്ന ലവറെ ശിഷ്യനെന്നൊക്കെ പറഞ്ഞു. അത് നന്നായി. ഇപ്പൊ ലവറെന്ന് വിളിച്ചല്ലോ, ഇനി ഹസ്ബൻഡ് എന്ന് വിളിച്ചോ. അതത്ര ഈസി അല്ല. ആദ്യം എടുത്ത് അനിനിറ എന്റെ ഡാഡിക്ക് അറിയില്ല. അത് കൺവിൻസ് ചെയ്താൽ ഈ കല്യാണം ക്യാൻസൽ ആവൂ. അതെങ്ങനെ നടക്കും? നാളെ നടക്കാൻ പോകുന്ന സോങ്ങിലും ഡാൻസിലും സ്റ്റെപ്പിലും എല്ലാം ശരിയായിക്കോളും. രാമരാജൻ, കല്യാണ വീട്ടിൽ നടക്കുന്ന സംഗീത വിരുന്നിനെ കുറിച്ച് നാട്ടുകാരൊക്കെ പ്രശംസിക്കണ്ടേ? കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണല്ലോ? എല്ലാം പെർഫെക്റ്റ് ആണ് സർ. ഒരു കാര്യം ഒഴിച്ച്, ഇന്ന് പത്മനാഭസിംഹ പെഗ്ഗടിക്കാൻ പാടില്ല. അത് സാറൊന്ന് ഉറപ്പാക്കണം. എല്ലാരും ചെല്ല് ചെല്ല്. പിള്ളേരുടെ ഇടയിൽ പോലും നിങ്ങൾ ഭയങ്കര പ്രശസ്തി ഓരോരുത്തർക്കും പ്രശസ്തി വരുന്നത്. കറക്റ്റ് ആളിയാ. ഈ ഒക്കേഷനിൽ ചെറിയ റിക്വസ്റ്റ്. എന്താ അത്? കല്യാണ വീട്ടിൽ അമംഗളൊന്നും നടക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മദ്യപിക്കരുത്. ഓഞ്ഞ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ മദ്യപാനം നിർത്തണോ? മുതിർന്നവർ പറയുന്നതല്ലേ, ഒരു ദിവസത്തേക്കൊന്നും അനുസരിക്കും. എന്റെ സോൾമേറ്റ് പറഞ്ഞോണ്ട് ഓക്കെ. അല്ല, അത് തന്നെയാ ഞാൻ. ഊർമ്മളെ, നിന്റെ ചേട്ടൻ എന്തിനാ പറഞ്ഞേ? അത് പറയാ, ആരാ അയാളെ വിളിച്ചേ? ഞാനാ സർ. നീയോ? അയാൾ എന്റെ ബന്ധുവല്ല, ശത്രുവാ. അതറിയാവോ? സാർ ദേഷ്യപ്പെടണ്ട, എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാ. ശത്രുവിനെ പണിഷ് ചെയ്യേണ്ടത് ദൂരെ നിർത്തിയല്ല, പിന്നെ അവർക്ക് മിസ്സാവുന്നത് എന്താണെന്ന് കൂടെ നിർത്തി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഈ കല്യാണത്തിന്റെ പ്രൗഢിയിൽ അയാൾക്ക് അസൂയ മൂക്കണം. കറക്റ്റാണ്ടാ.
ഞാനത് ആലോചിച്ചില്ല. ചേട്ടൻ വന്നല്ലോ. ചേട്ടത്തി സുഖാണോ? സുഖം തന്നെ. അല്ലളിയാ, ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് പോയ ആളല്ലേ നീ, ഓർമ്മയുണ്ടോ? അതുകൊണ്ടല്ലേ അളിയ 2 വർഷമായിട്ടും ഉണ്ടായിരുന്നത്. നമ്മുടെ കുടുംബത്തിലെ കല്യാണം എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ കണ്ടോ? ഗോപികൃഷ്ണ സിംഹൻ അളിയനെ കൊണ്ട് മുൻനിര തന്നെ ഇരുത്തും. ആയിക്കോട്ടെ, വരൂ വരൂ വരൂ. ചെല്ല്. വളരെ നന്ദിയുണ്ട്. നീ കാരണം എനിക്ക് എന്റെ ചേട്ടനെ തിരിച്ചു കിട്ടി. താങ്ക്സ് പറയേണ്ടത് എനിക്കല്ല, ജാനകിക്ക. അവൾ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. വരണം, വരണം, വരണം. സംഗീതം കേട്ടാലേ കല്യാണം മറന്നു പോകും. അപ്പോ കല്യാണം വേണ്ടതാ? ഏയ്, ഞാനൊരു മാരേജ് ജോക്ക് പറഞ്ഞല്ലേ. ടേക്ക് ഇറ്റ് ഈസി. ഈ ഫംഗ്ഷൻ തീരുന്നതിന് മുൻപ് പത്മനാഭന്റെ പിന്നിലുള്ള ഭാഷ ആരാണെന്ന് അറിയണം. ഓക്കെ ഡാഡ്. സർ, ഒരു മിനിറ്റ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ സർ, നമ്മുടെ പത്മനാഭസിംഹയുടെ സ്വഭാവത്തിൽ ഈയിടെയായിട്ട് കുറച്ച് മാറ്റമുണ്ട്. ഞാനത് നോട്ട് ചെയ്തിരുന്നു. അയാൾ എന്തോ ഭാഷ കറക്റ്റ് സർ. അവര് സ്ഥിരമായി ഫോണിൽ സംസാരിക്കാറുണ്ടെന്നേ. റെഗുലർ ടച്ച് ഉണ്ട്. ദിവസവും ഇരുട്ടത്ത് വെച്ച് കാണാറുമുണ്ട്. ഭാഷയെ നീ കണ്ടിട്ടുണ്ടോ? ട്രൈ ചെയ്തു സർ, പക്ഷേ ഇരുട്ടത്ത് മുഖം ശരിക്കും കാണാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം കൺഫേം സർ, അയാൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഡേഞ്ചറസാ. ഇനിയൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കാവും. എന്താണ്? അയാൾ നിങ്ങളെ കൊല്ലും സർ. ഞാൻ കേട്ടതാ സർ. എന്തോ സിദ്ധുഭായോ സാധുബായ്. കറക്റ്റ് അങ്കിളെ. അയാളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ സർ? ചേച്ചേ, തനിക്ക് എന്താ ഗുണം? ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടാനാ സർ? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഈ വിഷയം ആരോടും പറയാൻ നിൽക്കണ്ട. താങ്ക് യു സർ. ഇത്രയും കാശ് തന്നല്ലേ, ഒരു അഡ്വൈസ് തരട്ടെ, ഫ്രീയാ. പറ. ആ പൊട്ടൻ ഒരു ഫുൾ ബോട്ടിൽ കൊടുത്താ ബാദ്ഷയെ കുറിച്ച് മുഴുവൻ പറഞ്ഞു ഫ്രീ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. എന്താ? നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബോട്ടിൽ. സോറി, ഇന്ന് മദ്യപിക്കൽ നിന്റെ സോൾമേറ്റ് ഞാൻ വാക്ക് കൊടുത്തു പോയി. ഓ, അതൊക്കെ ശരിയാ. എന്നാലും കല്യാണച്ചക്കൻ പറയുന്നതല്ലേ, ഒരു ജ്യൂസ് എങ്കിലും കഴിക്കും. ജ്യൂസ് ആണെങ്കിൽ ഓക്കെ. ജ്യൂസ്. രാം, ഇവനെന്താ റൂട്ട് മാറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നേ? ആർക്കറിയാം? പത്മനാഭസിംഹയുടെ പ്ലാൻ നമുക്കറിയില്ലല്ലോ. കറക്റ്റ്. ഇതാ അങ്കിൾ ജ്യൂസ്. ഇതെന്താ 2 ഗ്ലാസ് കൊണ്ട് വെച്ചേ? 2 അങ്കിളിന് തന്നെ. എങ്ങനെയുണ്ട് ചേട്ടാ? ഫാന്റാസ്റ്റിക്. എന്നാ ഇതും കൂടെ കുടിക്കേ. താങ്ക്സ്. ഒരെണ്ണോടെ എടുക്കട്ടെ. കൊണ്ടുവാ. രാംരാജ്, ജ്യൂസ് അവിടെ കാണുന്നില്ലല്ലോ. ഷിറ്റ്, ഇതാരെടുത്ത് കുടിച്ചു? ഷുഗർ കൂടുതലാണെങ്കിൽ ഇന്ന് മധുരം കുടിച്ചിട്ട് തന്നെ. മദ്യം കഴിച്ച് ഡാൻസ് ചെയ്യാൻ നിനക്ക് നാണമില്ലേ? കല്യാണ വീട് മൊത്തം നാശിച്ചു. എന്താണോ ഇതൊക്കെ? സർ, അവര് വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ? അവർക്കെന്താ ബുദ്ധിയില്ല? അവരുടെ തെറ്റല്ല സാർ. അത് പറയാ നീ ആരാ? ജ്യൂസിൽ മദ്യം കലർത്തിയത് നിങ്ങളുടെ സണ്ണില്ല. വേണമെങ്കിൽ ഈ വീഡിയോ കാണൂ സാർ. എടാ, ആ പൊട്ടൻ ഭാഷയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാനാ, ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞ് ചാകുമായിരുന്നു. എടാ, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് പത്മനാഭസിംഹയെ പൊക്കിയാലേ നമ്മുടെ കാര്യങ്ങൾ സോൾവ് ആകത്തുള്ളൂ. എന്തൊരു ധൈര്യമാടാ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നോടാ? ഒന്ന് പതുക്കെ പറയൂ. എന്തിനാ പതുക്കെ പറയുന്നേ? പ്രൊഫഷണൽ ആയിട്ട് എന്നോടുള്ള ജലസി ഉണ്ടല്ലേ നീ ഈ നീതികൃത്യം ചെയ്യാൻ തയ്യാറായത്? പിച്ചും പേയും പറഞ്ഞ കൊന്നുകളയും. കൊല്ലടാ, കൊല്ലടാ, കൊല്ല്. Come on, kill me, I say. ആദി, shut up. നിന്റെ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. ജ്യൂസിനകത്ത് മദ്യം കലർത്തി കൊടുത്തിട്ട് എന്റെ അളിയനോട് നീ ആർഗ്യൂ ചെയ്യുന്നു. നാടുവില്ലാത്തവനെ, നീ മനുഷ്യനെ മൃഗമോ? അല്ല സർ, ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കണോ? ഇതിനെ ഒരു തമാശയായിട്ട് കണ്ടങ്ങ് വിട്ടുകളഞ്ഞ പോരെ? ഇവൻ തമാശ കാണിച്ചത് ആരോടെന്നറിയോ? എന്റെ അനിയത്തിയുടെ ഭർത്താവ്, ഈ വീടിന്റെ മരുമകൻ. എന്റെ അളിയനോ എന്നോട് ഇത്രയ്ക്ക് ബഹുമാനോ? ഈ സ്വപ്നം സത്യമായിരുന്നു. മര്യാദയ്ക്ക് ഇവനോട് ചെയ്ത തെറ്റിന് ഈ കാല് പിടിച്ച് മാപ്പ്. അല്ല, ഇതെന്താ നോക്കി നിൽക്കുന്ന? കല്യാണം ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് കാല് പിടിച്ച് മാപ്പ്. എന്തിനാ കാലേ വീഴുന്നേ? ഇത്രയൊക്കെ പറഞ്ഞതിന് ആ കമ്മീഷണറാണ് ഇവന്റെ കാലേ വീഴേണ്ടത്. മനസ്സിലായോ? ഫാമിലി മാനേജ് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. എന്താണോ നിന്റെ മര്യാദ? തെറ്റ് ചെയ്ത് അവര് ബുദ്ധി പറഞ്ഞു കൊടുക്കണോ? അല്ലാതെ ന്യായീകരിക്കല്ലോ വേണ്ടത്. വെറുതെ പോത്തിനെ പോലെ വളർന്നിട്ട് കാര്യമില്ല. തലയ്ക്കകത്ത് വല്ലതും മേടവിടോ? സർ, ഹോൾഡ് യുവർ ടങ്. ഈ എന്റെ നേരെ വിരൽ ചൂടാൻ മാത്രം വളർന്നോടാ. വേണ്ടി വന്നാൽ നിന്നെ ഇവിടുന്ന് പുറത്താക്കാതിരിക്കറിയാം. നിങ്ങൾ പിടിച്ച് പുറത്താക്കാനേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടുവേലക്കാരൊന്നുമല്ല. അല്ല, എന്തിനാ ഇനി ആർഗ്യുമെന്റ്? കല്യാണം ക്യാൻസൽ ചെയ്താൽ എല്ലാം തീർന്നില്ലേ? ഇതൊക്കെ പുറത്തിറങ്ങി നിങ്ങളുടെ ഇമേജ് പോവില്ലേ? ഇനി ആലോചിക്കാനില്ല, ഈ കല്യാണം ക്യാൻസൽ. നിങ്ങൾ ആരാത് പറയാൻ? ഞാനാ പറയുന്നേ, ഈ കല്യാണം ക്യാൻസൽ. പോടാ, ഇറങ്ങി വാടാ, പോകാവിടാ. നാറി ഒരു സമ്മതം. ക്ഷമിച്ചേരെ സാറേ.